വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രവും അതിൻ്റെ പരിസരത്തെ ചില കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. ക്ഷേത്രത്തിൽ എത്തിയാൽ ആദ്യം നമുക്ക് റോഡിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ പിൻഭാഗമാണ് കാണാൻ പറ്റുക. അതിൻ്റെ വലതു ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റും. സാമൂതിരി രാജാവക സ്ഥലം ഇങ്ങോട്ടുള്ള ഒരു ഭാഗം കാണാം. അവിടെ ഇപ്പോൾ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടായിട്ടാണ് മനസ്സിലായത്. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തെ ഈ കാഴ്ചകൾ കഴിഞ്ഞാൽ നമുക്ക് വലതു ഭാഗത്തേക്ക് ഉള്ള ഇടവഴിയിൽ കൂടി സഞ്ചരിച്ചാൽ പുഴയുടെ കരയിൽ കൂടി നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ട് എത്താൻ വേണ്ടി സാധിക്കും. ചരിത്രമുറങ്ങുന്ന വലിയ ഒത്തിരി ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ളതുമായ ഒരു സ്ഥലമാണ് തിരുനാവായ. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത്. ഇതിന് സമീപത്തായിട്ട് നമുക്ക് വലിയൊരു ആൽമരവും കാണാം. കുറേയധികം സിനിമകളിലൊക്കെ ഈ ഭാഗങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ ഭാരതപ്പുഴയുടെ വടക്കേ തീരത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈഷ്ണവ വിശ്വാസികൾ ഏറെ പവിത്രമായി കരുതുന്ന ലോകത്തെ 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ് തിരുനാവായ. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. നാവാമുകുന്ദൻ എന്ന പേരിലാണ് ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നത്. നവയോഗികൾ ഇവിടെ വിഷ്ണു പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. ആദ്യത്തെ 8 പേർ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് താഴ്ന്നുപോയെന്നും 9ാമത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്ന് കാണുന്നതെന്നുമാണ് പറയപ്പെടുന്നത്. അതിലാണ് നാവാമുകുന്ദൻ എന്ന പേര് ലഭിച്ചത്. പിതൃതർപ്പണത്തിന് ദക്ഷിണ ഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് നാവാമുകുന്ദ ക്ഷേത്രം. കാശിക്ക് തുല്യമായ പവിത്രതയുള്ളതിനാൽ ദക്ഷിണ കാശി എന്നും തിരുനാവായ അറിയപ്പെടുന്നു. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് 10,000-കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ഈ കാണുന്നതാണ് പഴുക്കാമണ്ഡപം. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ് ഇത്. രാജാക്കന്മാരും അവരുടെ പത്നിമാരുമൊക്കെ ഇവിടെ നിന്നുകൊണ്ടാണ് പുഴയിൽ നടക്കുന്ന ഈ മണപ്പുറത്ത് നടക്കുന്ന മാമാങ്കം കാണുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. തിരുനാവായ മണപ്പുറത്ത് 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന മധ്യകാല കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക വാണിജ്യ ഉത്സവമായിരുന്നു മാമാങ്കം. മാഘമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് ഇത് നടന്നിരുന്നത് എന്നതിനാലാണ് ഇതിന് മാമാങ്കം എന്ന പേര് ലഭിച്ചത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ആഘോഷമായിരുന്നു ഇത്. ആദ്യം വള്ളുവക്കോനാതിരുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം പിന്നീട് സാമൂതിരി ഏറ്റെടുത്തു. ഇത് വള്ളുവനാടും സാമൂതിരിയും തമ്മിലുള്ള കടുത്ത ശത്രുതയ്ക്ക് കാരണമായി. മാമാങ്കത്തിൻ്റെ ഏറ്റവും സവിശേഷവും ദാരുണവുമായ വശം ചാവേർപ്പട ആയിരുന്നു. സാമൂതിരിയെ വധിച്ച് അധികാരം തിരിച്ചുപിടിക്കാൻ വള്ളുവനാട്ടിൽ നിന്നെത്തുന്ന യോദ്ധാക്കളാണ് ചാവേറുകൾ. മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും സാമൂതിരിയുടെ പടയോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിക്കാനാണ് ഇവർ എത്തിയിരുന്നത്. വെറും യുദ്ധം മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ എത്തുന്ന വലിയൊരു ചന്ത കൂടിയായിരുന്നു മാമാങ്കം. അറബികളും ചൈനക്കാരും അടക്കമുള്ള വിദേശികൾ ഇവിടെ വ്യാപാരത്തിനായി എത്തിയിരുന്നു. AD 1766 ഹൈദർ അലി മലബാർ ആക്രമിച്ചതോടെയാണ് ഈ മഹോത്സവത്തിന് വിരാമമായത്. 1755 അവസാനത്തെ മാമാങ്കം നടന്നത് എന്ന് ചരിത്ര രേഖകൾ പറയുന്നു. തിരുനാവായയിൽ ഇന്നും ഇതിൻ്റെ ശേഷിപ്പുകളായിട്ടുള്ള നിലപാട് തറ, മണിക്കിണർ, അതുപോലെ പഴുക്കാമണ്ഡപം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുരാവസ്തു ഗവേഷണ വകുപ്പ് സംരക്ഷിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്നത്. ഈ പള്ളിയുടെ മുമ്പിലുള്ള റോഡ് വഴി നമുക്ക് പുഴയുടെ തീരത്തേക്ക് ഇറങ്ങിപ്പോകാം. അവിടെ എത്തിയാൽ നമുക്ക് ഈ പുഴയുടെയും മണൽപ്പരപ്പിൻ്റെയും ഒക്കെ വളരെ മനോഹരമായ കാഴ്ച കാണാനാവും. ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ചവറുകളൊക്കെ അടിഞ്ഞത് കാണാം. എങ്കിലും അവിടെ നിന്ന് പുഴയുടെ സമീപത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ പുഴയുടെ ഒരു കാഴ്ച ഇവിടെ നിന്ന് കിട്ടും. ചില ഭാഗങ്ങളൊക്കെ ജലമില്ലാതെ
വരണ്ട് കിടക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ കാറ്റിലാടുന്ന ഒരുതരം ചെടികളും ഒക്കെ നമുക്ക് കാണാം. മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇതും. ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തിരുനാവായയിൽ നിന്നും വിട പറയുമ്പോൾ നമുക്ക് പോയകാല സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തും. സ്കൂളിൽ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള മാമാങ്കവും അവിടെ നടന്നിട്ടുള്ള ചാവേറുകളുടെ വീരമൃത്യുവും ഒക്കെ നമുക്ക് മനസ്സിൽ ഓടിയെത്തും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.